ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കുറേ അധികം മീനുകളുണ്ടല്ലോ. അപ്പോൾ എല്ലാ മീനും നിങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ മീനും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്ന്, ഒരുമിച്ച് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഗായ്സ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന വേറൊരു കാര്യമുണ്ട് ഗൈസ്. അപ്പോൾ അതുകൂടി ഈ വീഡിയോയിൽ ഞാൻ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമായി, അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ചൂണ്ടയൊക്കെ പൊട്ടിയല്ലോ, അപ്പോൾ ഇനി നമ്മൾക്ക് ഫിഷിങ്ങിന് പോകണമെങ്കിൽ ആ ചൂണ്ട വെച്ച് നമുക്ക് പോകാനൊക്കെ പറ്റും. എന്നാലും ഞാൻ വിചാരിച്ചു വേറെ ഒരു നല്ല ചൂണ്ട മേടിച്ചിട്ട് ഫിഷിങ്ങിന് പോകാമെന്ന്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര സങ്കടത്തിലാണ് ഗൈസ്. നമ്മുടെ ചൂണ്ട പൊട്ടിയതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റാവുന്നതിലധികം സങ്കടമാണ് കേട്ടോ. ഞാൻ പക്ഷെ അത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊരു സാധനത്തോട് അറ്റാച്ച് തോന്നിയത്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നിയെന്ന് പറയില്ല, അങ്ങനത്തെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മുടെ ചൂണ്ട. കാരണം ഞാൻ ആദ്യമായിട്ട് ഫിഷിങ് പഠിച്ചതും അതുപോലെ തന്നെ കുറേ മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ട്, വലിയ വരാൽ അടിച്ചു പറഞ്ഞു വെച്ചാൽ നമ്മുടെ ചൂണ്ടയൊക്കെ പൊട്ടിപ്പോകുന്നു. പക്ഷേ അത്രയും വലിയ വരാൽ കിട്ടിയിട്ട് പോലും പൊട്ടാത്ത ചൂണ്ട എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് പൊട്ടി ഗൈസ്. എനിക്കതിൽ എന്നോട് തന്നെ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. ആവശ്യമില്ലാണ്ടാണ് ഞാൻ ആ താമര പിടിച്ച് വലിക്കാൻ വേണ്ടി പോയതെന്നൊക്കെ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട്. പിന്നെ ശരി, കുഴപ്പമില്ല, നമുക്ക് എല്ലാം നല്ലതിന്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യും കുറേ പേരുണ്ട്, എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ബോറാണ് ഗൈസ്, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. നമ്മൾക്ക് മീൻ കണ്ടല്ലോ, അവിടെയാണ് കേട്ടോ എൻ്റെ മീൻ. കണ്ടോ ഇപ്പോൾ ഞാൻ കുറച്ചധികം മീനുകളുണ്ട്. പിന്നെ കുറച്ചധികം വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഫൈറ്റർ ബേബീസിനൊക്കെ നിങ്ങൾ എന്തായിരുന്നോ ആരും ചോദിക്കുന്നില്ലല്ലോ. എന്ത് പറ്റി ഗൈസ്? നമ്മുടെ ഫൈറ്റർ ബേബീസൊക്കെ കുറച്ച് വിശേഷമുണ്ട് ഗൈസ് പറയാൻ. നമ്മൾക്ക് മീൻ കാണാം കേട്ടോ. ഞാൻ എപ്പോഴും രാവിലെയാണ് കേട്ടോ മീനുകൾക്കൊക്കെ തീറ്റിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇന്ന് ഇട്ട് കൊടുത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പണിയായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് കേട്ടോ എന്നാൽ ശരി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾക്ക് ഒരറ്റത്ത് നിന്ന് തുടങ്ങാം ഗൈസ്. കാരണം എൻ്റെ ഒരു മനസ്സിൽ വിചാരം എനിക്ക് നിറയെ മീനുണ്ടെന്നാണ്. സോ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ചെറിയ മീനുകളെന്നൊക്കെ തോന്നാം. പക്ഷെ എനിക്ക് ഭയങ്കര സംഭവമാണ് കേട്ടോ. കാരണം ഇത്രയും അധികം മീനുകളുണ്ട്, ഞാൻ അതിനെയൊക്കെ നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾക്ക് ആ അറ്റത്ത് നിന്ന് തുടങ്ങാം ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ മീനുകൾ. ഇതിലെല്ലാത്തിലും മീനുകളുണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ടബിൽ മീനുകൾ ഞാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. ഈ ടബിലുണ്ടല്ലോ നമ്മുടെ പ്ലാറ്റ് പ്രസവിച്ച മീനുകളാണ് കേട്ടോ. പ്ലാറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. ഇത് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. ജനിച്ചപ്പോൾ തന്നെ അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് സൈസ് ഉണ്ട്. കണ്ടോ, നല്ലതുപോലെ ഓടിക്കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, കുറച്ചധികം കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സാണ് ഗൈസ്. അപ്പോൾ ഈ ടബിൽ നമ്മുടെ പ്ലാറ്റ്സിൻ്റെ കുട്ടികളാണുള്ളത്. ഇനി അടുത്തത് ഈ ടബിൽ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇത് നമ്മുടെ യെല്ലോ ടെക്സിഡോ, അതിൻ്റെ കുട്ടികളും അതിൻ്റെ പാരൻസും ആണ് കേട്ടോ. കണ്ടോ, കുട്ടികളൊക്കെ നല്ലതുപോലെ വലുതായി. 1.5 മാസമായി തോന്നുന്നു ഇത് പ്രസവിച്ചിട്ട്. എന്തായാലും കുട്ടികൾ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലും നമ്മുടെ പ്ലാറ്റിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇത് 2ാം മുറി പ്രസവിച്ചതാണ്. എന്നാലും കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൂ ഇതിൽ. വേറെ ടബില്ലാതായപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ബൗളിൽ ഇട്ടത്. കുട്ടികളുണ്ട് കേട്ടോ. എന്തായാലും കണ്ടോ ഓടി കളിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ ബൗളിൽ നമ്മുടെ ബ്ലൂ ടെക്സിഡോ ബ്ലൂ മോസ്കോ ഗൈസ്. ഞാൻ പേരൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ. സെൻഡ് ചെയ്യുന്ന ഈ ഒരു ബ്ലൂ മോസ്കോ, യെസ് ഗൈസ്, ബ്ലൂ മോസ്കോ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രഗ്നൻ്റ് ആയത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേറൊരു പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ 2 മെയിലും 1 ഫീമെയിലും ആണ് കേട്ടോ ഉള്ളത്. എന്തായാലും അവർ നല്ലതുപോലെ ഓടിക്കളിക്കുന്നുണ്ട് ഗൈസ്. ഇനി അടുത്തത് ഈ ടബ്. ഇതിലെന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും നല്ലതുപോലെ അഴുക്ക് പിടിച്ചു അല്ലേ, നമുക്കെല്ലാം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഗൈസ്. ഇതിൽ മീനൊന്നും ഇല്ലേ ഗൈസ്? ഇതിലെന്താ അറിയോ, ഇതില് ബ്ലൂ മോസ്കോന്റെ കുട്ടികളാണ് കേട്ടോ.
എല്ലാം ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒന്നും എടുത്ത് കാണുന്നില്ല കേട്ടോ. കണ്ടോ, എന്തായാലും എന്തൊക്കെയോ അനങ്ങുന്ന പോലെയൊക്കെ ഉണ്ട്. ഇനി അടുത്തത് ഈ ടബ്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇതില് വേറൊരു ഗപ്പിയാണ് കേട്ടോ. ഇതിന്റെ പേര് പ്ലാറ്റിനം റെഡ് ബിഗർ. അപ്പൊ പ്ലാറ്റിനം റെഡ് ബിഗറിന്റെ മെയിലും ഉണ്ട്, അതുപോലെ പ്രസവിച്ച കുട്ടികളും ഉണ്ട് കേട്ടോ. ഇതും ഈ ഒരാഴ്ച ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്, എന്നാലും കുട്ടികൾ അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, ഇതിൽ മിക്സഡ് ഗപ്പീസ് ആണ് കേട്ടോ ഉള്ളത്. കുറെ മിക്സഡ് ഗപ്പീസ് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ചത്തുപോയിട്ടോ. കുറച്ചധികം മീനുകൾ ചത്തുപോയി. പിന്നെ ഇതിൽ കണ്ടോ, നമ്മുടെ ആപ്പിൾ സ്നെയിലൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ആപ്പിൾ സ്നെയിൽ ഉണ്ട്. ഇതിപ്പോ ഇത്രേ വലുതായിട്ടുള്ളൂ. നമ്മുടെ മറ്റേ ടാങ്കിൽ വലിയ ആപ്പിൾ സ്നെയിലാണ് കേട്ടോ ഉള്ളത്. കണ്ടോ ഗൈസ്. അപ്പൊ ഇതില് നമ്മുടെ മിക്സഡ് ഗപ്പീസ് ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും നമ്മുടെ ഫൈറ്ററിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അവര് ഏകദേശം കണ്ടീഷനൊക്കെ ആയി തോന്നുന്നുണ്ട്. ഞാൻ കുറെ അധികം ദിവസം ഇട്ട് വെച്ചിട്ട്, പക്ഷേ ബബിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ കുറച്ചുകൂടി ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഗായ്സ്. പിന്നെ ഈ ടബിലാണ് ഗായ്സ് നമ്മുടെ താരമുള്ളത്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടവൻ? ഇതിലൊരുത്തിനെ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളൂ, കാരണം അവനെ കുറച്ച് സ്പെഷ്യലായി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഇട്ട് വെച്ചത്. യെസ് ഗായ്സ്, കണ്ടോ കണ്ടോ, ഇതാരാന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഫൈറ്ററിന്റെ ബേബിയാണ് ഗൈസ്. ഇവ മാത്രമാണ് കുറച്ച് വലുതായിട്ട് തോന്നിയത് കേട്ടോ. അപ്പൊ ഞാൻ ഇവനെ എടുത്തിട്ട് സെപ്പറേറ്റ് ഒരു ടബിൽ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവൻ നല്ലതുപോലെ വളരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു, കാരണം ഇവനാണ് കുറച്ചുകൂടി നല്ല സൈസ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവനെ നല്ല സ്പേസ് ഒക്കെ ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നമ്മുടെ ഫൈറ്റർ കുഴപ്പമില്ലാതെ ബേബീസ് ഒക്കെ ജീവിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല ഗൈസ്. കുറച്ചെണ്ണെങ്കിലും നമുക്ക് ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ ബക്കറ്റില് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. തറവാട്ടില് മേടിച്ചപ്പോ അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ പേരറിയില്ല. ഓറഞ്ച് കളർ മീനാണ്. നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ ടബില് നമ്മുടെ ഫൈറ്ററിന്റെ ഫീമെയിൽ ഉണ്ട് കേട്ടോ. ഇതിപ്പോ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച ആയി കാണും, 2-3 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. അവളെ ഞാൻ ഒറ്റയ്ക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ ഈ ടബില് ഞാൻ ആദ്യമായിട്ട് മേടിച്ച ടെട്രാ ഫിഷ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഒരേ ഒരു പ്ലാറ്റിയും കൂടി ഉണ്ട് കേട്ടോ ഗായ്സ്. അതാ ഓടുന്നത് കണ്ടോ, അത് പ്ലാറ്റിയാണ് കേട്ടോ ഗായ്സ്. പിന്നെ ഈ ടബിലാണ് നമ്മുടെ ഫൈറ്ററിന്റെ ബേബീസ് ഉള്ളത് കേട്ടോ. എല്ലാം ഒന്നും ചത്തിട്ടില്ല കേട്ടോ. ഇതേ കണ്ടോ, ഇത് ഇവിടെ ഒരുത്തന്നെ ഓടി പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടോ കാണുന്നില്ല ഗൈസ്. ഞാനാദ്യം ഗൈസ് ഇതാ ഇവിടെ ഉണ്ട് 2-3 എണ്ണം. കണ്ടോ, ഓടി പോകുന്നുണ്ടോ? പിന്നെ ഇതിൽ ഞാനൊരു വലിയ ഫൈറ്ററിന്റെ കുട്ടി കണ്ടു കേട്ടോ. അത് ഞാൻ അയ്യോ വലുത് എന്ന് പറഞ്ഞപ്പോൾ അവൻ താഴത്ത് പോയി ഗൈസ്. എന്തായാലും കുഴപ്പമില്ലാതെ ഇപ്പോൾ അവര് ജീവിക്കുന്നുണ്ട്. ഞാൻ അത്രയധികം കെയറൊന്നും കൊടുക്കുന്നില്ല. മൊയിന അങ്ങനെ കറക്റ്റ് ടൈമിന് ഫീഡ് കൊടുത്തില്ലെങ്കിലും അവരിപ്പോൾ അത്യാവശ്യം വളരുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് തന്നെ. എല്ലാം ഒന്നും ചത്തിട്ടില്ല. കണ്ടോ ഗൈസ്, ഓടുന്നത് കണ്ടോ നമ്മുടെ ഫൈറ്റർ ബേബി ഗൈസ്. അപ്പോൾ ഇതിലാണ് നമ്മളുടെ ഫസ്റ്റ് ജനിച്ച ഫൈറ്ററിന്റെ ബേബീസ് ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ലതുപോലെ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ടബ്. നമുക്കിതൊക്കെ ഒരു ദിവസം ക്ലീൻ ചെയ്യാനുള്ളതാണ്. പക്ഷെ ഇതിൽ ടബിലുള്ള ബേബീസൊക്കെ ഭയങ്കര ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം താഴത്ത് പോയി കിടക്കും. പെട്ടെന്ന് ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ വേറൊരു ഗപ്പി ടാങ്ക് ഗൈസ്. ഇത് നല്ലതുപോലെ അഴുക്കായിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായി നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട്. ഇതിൽ മിക്സഡ് ഗപ്പീസ് ആണ് കേട്ടോ, വേറെ ഒന്നും ഇതിലില്ല. ഇതിൽ കുറച്ച് മിക്സഡ് ഗപ്പീസ് ഉണ്ട്. ഇത് കണ്ട ഗൈസ്, മിക്സഡ് ഗപ്പീസ് കണ്ടോ, നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. മിക്സഡ് ഗപ്പിയാണ് പറഞ്ഞിട്ട് ഭംഗിക്ക് കുറവൊന്നുമില്ല ഗൈസ്. ഇത്ര മീന് മാത്രമല്ല കേട്ടോ, എൻ്റെ കയ്യിൽ വേറെ കുറച്ച് കളക്ഷൻസ് കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ചത്തുപോയി ഗൈസ്. നമ്മുടെ പ്ലാറ്റിൻ്റെ മോസ്കോ അല്ല
മിക്കി മൗസ് ഗൈസ്, മിക്കി മൗസ് പ്ലാറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അത് പ്രസവിക്കാറായതാണ് ഗൈസ്. നാളെയോ മറ്റന്നാളോ പ്രസവിക്കും എന്നുള്ളൊരവസ്ഥയിൽ അവർ ടബിന്ന് പ്രഗ്നൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലാറ്റി ടബിന്ന് പുറത്ത് ചാടി ചത്തു കേട്ടോ. അപ്പോൾ അത് ചത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭർത്താവും കൂടി ആ ടബിന്ന് ചാടി ചത്തു കേട്ടോ. അപ്പോൾ ആ ഒരു മീന് കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ നമ്മുടെ ബ്ലാക്ക് മോർ, അത് പിന്നെ ആദ്യം തന്നെ ചത്തുപോയല്ലോ. അത് 3 എണ്ണം ഉണ്ടായിരുന്നു, അത് 3ഉം ചത്തുപോയി. പിന്നെ അങ്ങനെ 2-3 വെറൈറ്റി പ്ലാറ്റേക്ക് ഉണ്ടായിരുന്നു ഗൈസ്, അതൊക്കെ ചത്തുപോയി. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. പിന്നെ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ്ഗറിൻ്റെ മെയില് ചത്തുപോയി. പിന്നെ അങ്ങനെ കുറേ മീനുകളൊക്കെ ചത്തുപോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയും ഫിഷസ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാവാറ് ഇവരൊക്കെ പ്രസവിക്കുമ്പോഴാണ് കേട്ടോ. പ്രസവിച്ച് കുട്ടികളൊക്കെ കാണുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോഴാണ് നമ്മളെ വളർത്തുന്ന മീനിനൊക്കെ ഒരു പ്രോഗ്രസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോഴാണ് കേട്ടോ. എന്തായാലും ഞാൻ എല്ലാ ദിവസവും വന്ന് തീറ്റയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മൊയിൻ അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ എല്ലാ ഷോപ്പിലും പോയി ചോദിച്ചിട്ട് കുറേ നടന്നു കേട്ടോ. എല്ലാ ഷോപ്പിലും ഞാൻ അത്യാവശ്യം പോയി ചോദിച്ചിട്ടുണ്ട് മൊയിനി ഉണ്ടോയെന്ന്. പക്ഷെ എവിടെയും മൊയിനില്ല ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ഫൈറ്ററിൻ്റെ ബേബീസിന് നമ്മുടെ മറ്റേ സാധനമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ബാക്കിയുള്ള ഫിഷിനൊക്കെ ഞാൻ നമ്മുടെ കൂത്താടി ഇട്ട് കൊടുക്കും. പിന്നെ പെല്ലറ്റ് ഫുഡ് ഉണ്ട്, ഞാൻ അതും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാമെന്ന് വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഗപ്പിൻ്റെയൊക്കെ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ താഴത്ത് കുറേ കമൻസ് വന്നിട്ട് ചേച്ചി മീൻ തരുമോ ഫ്രീ ആയിട്ട്, ചേച്ചി മീൻ ഫ്രീ ആയിട്ട് തരുമോ എന്നൊക്കെ കുറേ കമൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് ചെറിയ കുട്ടികളാണ് വിചാരിച്ചിട്ട് ഓക്കെ നമുക്ക് കൊടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഗൈസ് എന്നെ കളിയാക്കുകയാണെന്ന്. ചേച്ചി മീൻ ഫ്രീ ആയിട്ട് തരുമെന്ന്. അങ്ങനെ കുറച്ച് പേര് കളിയാക്കുന്ന പോലെ ഉണ്ട്, പക്ഷേ കുറച്ച് പേര് സീരിയസ് ആയിട്ടാണ് തോന്നുന്നു പറയുന്നത്. എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ കുറേ ഉള്ളത് മിക്സഡ് ഗപ്പീസ് ആണല്ലോ. അപ്പം അത് വേണം എന്നുള്ളവർ മാത്രം വീഡിയോയിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പെയറാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എങ്ങനെ കൊടുക്കുക, എങ്ങനെ അവിടെ എത്തും, പിന്നെ മീനാകുമ്പോൾ അത്രയും ദിവസമൊക്കെ ചാവാതിരിക്കുമോ, അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്ക് നോക്കണം. എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ മീൻ വേണമെന്നുള്ളവർ, ഞാൻ മിക്സഡ് ഗപ്പീസിൻ്റെ ഫോട്ടോ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ മീൻ വേണമെന്നുള്ളവർ മാത്രം യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിന്ന് ഞാൻ റാൻഡമായിട്ട് ഒരാൾ സെലക്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പം ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് ഇത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നാം, ചിലവരെന്നെ കളിയാക്കാറൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്, അങ്ങനെ കമൻറ്റ് വന്ന സ്ഥിതിക്ക് നമ്മളത് ചെയ്യേണ്ടതാണല്ലോ. എന്തായാലും ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ ഞാൻ ആൾക്ക് കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് ഗൈസ് വേറൊരു വിശേഷം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ എൻ്റെ മീനുകളൊക്കെ ഞാൻ നല്ലതുപോലെ നോക്കാറുണ്ട് എപ്പോഴും. ഇനിയും കുറേ മീനുകളൊക്കെ മേടിക്കണം. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ഞാൻ കുറച്ച് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പെൻഡിങ്ങിൽ ഇട്ടത്. അല്ലാണ്ട് ഞാൻ ചുമ്മാ വീഡിയോ ഇട്ടതല്ല കേട്ടോ. മോൺസ്റ്റർ ഫിഷ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ വീഡിയോ ഇട്ടതല്ല, അതെന്തായാലും ഞാൻ മേടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനത് പെൻഡിങ്ങിൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മളെന്തായാലും എത്രയും പെട്ടെന്ന് മേടിക്കുന്നതാവും. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.